പുള്ളാവൂരുകാരുടെ ഫുട്ബോൾ ആവേശം ലോകം അറിഞ്ഞു. പുള്ളാവൂരിലെ ഫുട്ബോൾ ആവേശം അത് ഓരോ മെസ്സി ഇരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കുമെന്ന് പറയുന്നു അർജന്റീൻ ആരാധകർ. എഡിറ്റ് ചെയ്യാൻ എനിക്ക് അറിയുമല്ലോ അതിങ്ങനെ ക്ലിക്കാവുന്നൊന്നും. വെറുതെ ഞാൻ സാധാ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തതായിരുന്നു. പിന്നെ അന്ന് രാത്രി തന്നെ ഫുള്ള് എവിടേക്കോ അർജന്റീനയിലൊക്കെ അങ്ങനെയൊക്കെ എവിടേക്കോ എത്തിപ്പോയി. എല്ലാ പ്രാവശ്യവും ഞങ്ങളൊരു വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഈ പ്രാവശ്യം വേൾഡ് കപ്പ് വരുന്നതിൻ്റെ 6 മാസം മുമ്പാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊരു ചർച്ച നടക്കുന്നത്. ആ ഒരു സമയത്ത് കട്ടൗട്ട് വെക്കണം എന്നുള്ളൊരു ചർച്ച വന്നു. അങ്ങനെ കുറച്ച് ദിവസം മുമ്പേ അത് സീക്രട്ടായിട്ട് വെച്ച് ഞങ്ങൾ 2-3 ആൾക്കാർ മാത്രം ഈ ഒരു സ്ഥലം കണ്ടെത്തി. 10 അടിയോളം നീളവും 8 അടി വീതിയുമാണുള്ളത്. നമ്മൾ ആ പെരുമഴയത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു സംഗതി ഞങ്ങളെല്ലാം മാൻ പവർ ഉപയോഗിച്ച് മാത്രമാണ് അത് ചെയ്തത്. അവിടെ കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ നിൽക്കാൻ, വളരെ ബുദ്ധിമുട്ടിയാണ് ചെയ്തത്. റിസ്ക്കാണ്. പക്ഷേ ആ മെസ്സിയോടും അർജന്റീനയോടുള്ള ആ ഒരു അടങ്ങാത്ത ഇഷ്ടം അതാണ് അങ്ങനെ പൊങ്ങാനുള്ള കാരണം. നമ്മൾ കുറേ എഫോർട്ട് എടുത്തങ്ങാണ്ട് ഒരു കട്ടൗട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്തായാലും ഇതിനൊരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ലാലേട്ടൻ പറഞ്ഞ മാതിരി ഒരവിടെ ചൊറിഞ്ഞ് നമ്മൾ കയറി വാങ്ങി. പറഞ്ഞ പോലെ 6 മാസമായിട്ട് ചെയ്ത കാര്യമാണ് ഇത്. നമ്മൾ വെറും 2 ദിവസം കൊണ്ട് ചെയ്ത കാര്യം. പറഞ്ഞതെന്താ വെച്ചാൽ 95% നമ്മളെ നാട്ടിൽ അർജന്റീനക്കാരാണെന്ന്. അപ്പം ഞങ്ങൾ ഈ ബാക്കി വരുന്ന 5% ആൾക്കാർ ഇത്രയും വലിയൊരു സംഭവം 2 ദിവസം കൊണ്ട് ഉണ്ടാക്കിയാണ്. പിന്നെ ഓല ആകെ ഫോളോ ചെയ്യുന്നത് ഒരു മെസ്സി എന്ന് പറഞ്ഞ ആളാണ്. അല്ലാണ്ട് ഈ അർജന്റീന മൊത്തം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഒരുപടി മുന്നിലാണ് കമ്പയർ ടു അതർ പ്ലേസ്. ഇപ്പോൾ കണ്ടില്ലേ, ആദ്യം മെസ്സി വന്നു, പിന്നെ നെയ്മർ വന്നു. ഒരു ഭയങ്കര വേറെ തന്നെ ഒരു ലെവൽ ആഘോഷമാണ്. പരിപാടിക്കൊന്നും നമ്മളെ കിട്ടൂല. ഇതൊക്കെ ക്വാർട്ടർ സെമിയിലെത്തുമ്പോൾ അത് പുള്ളാവൂർക്കാരെ സംബന്ധിച്ചോളം ഏറ്റവും അടിപൊളി ഒരു വേൾഡ് കപ്പാണ് കപ്പ്. ഞങ്ങൾ 2022 തിരിച്ചെടുക്കുന്നുള്ളത് 100% ഉറപ്പാണ്. ഹായ്, എൻ്റെ പേര് നവീദ്, ഇത് ആഷിഫ്, ഇത് മിഥുന്. ഞങ്ങൾ 3 പേരുമാണ് ഇവിടെ ഇപ്പോൾ പോർച്ചുഗൽ ഫാൻസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മെസ്സിയുടെ കട്ടൗട്ടും വന്നു, നെയ്മറിൻ്റെ കട്ടൗട്ട് വന്നു. അപ്പോൾ ഞങ്ങളുടെ CR7 ഒരു കട്ടൗട്ട് വെക്കണം എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോൾ പേഴ്സണലി ഞങ്ങളെ കുറേ ആൾക്കാർ ബന്ധപ്പെടുന്നുണ്ട്, ഇങ്ങനെ ഒരു കട്ടൗട്ട് വെക്കണം, അല്ലെങ്കിൽ 3ാമതൊരു കട്ടൗട്ട് ഇവിടെ വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ
ഞങ്ങൾ എന്തായാലും നാളെ തന്നെ ഒരു കട്ടൗട്ട് ഇവിടെ ഉയർത്തുന്നതായിരിക്കും അല്ലേ? അതെ.